നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി നവംബർ 21 വരെ കമ്മീഷൻ നീട്ടി. ഇതോടനുബന്ധിച്ച് താഴ്ത്തങ്ങാടി MD-LP സ്കൂളിൽ പേര് ചേർക്കാൻ ഒട്ടേറെ അപേക്ഷകരെത്തി. വോട്ടർ പട്ടിക പുതുക്കിയ സംബന്ധിച്ചുള്ള പൂരിപ്പിച്ച അപേക്ഷകൾ താലൂക്ക് വില്ലേജ് ഓഫീസുകളിലാണ് സ്വീകരിച്ചത്. ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു പ്രധാനമായും ഓഫീസ് ജോലികൾ നടന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനെത്തുന്ന അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമെന്നില്ല എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമവും അപേക്ഷകർക്ക് സഹായമായി. പുതിയ വോട്ടർ പട്ടിക നിയമസഭയിലേക്കുള്ള അതിന്റെ തെരഞ്ഞെടുപ്പ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷകളുടെ ലിസ്റ്റ് പൂർണ്ണമായിട്ട് എടുത്തിട്ടുണ്ട്. സ്ഥലത്തില്ലാത്തവരെ പൂർണ്ണമായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിൽ തന്നെ ജനങ്ങൾക്കുണ്ടോ ഈ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് സമയകാലത്ത് നടന്നുകൊണ്ടായിരിക്കും ഇപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വരുന്നില്ല. ഇതിലും ഒറ്റപ്പെട്ട ആളുകൾ വരുന്നുണ്ട്. ഇതിനുമായിട്ട് 10-20 ആളുകൾ. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക തയ്യാറാക്കിയത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു. 7 പേരിവിടെ പങ്കെടുത്തു. അന്ന് ആപ്ലിക്കേഷൻ തരാനായിട്ട് വന്നിരുന്നു. എന്നാൽ എല്ലാ രേഖകളും എല്ലാ ആൾക്കാരും കൊണ്ടുവരുന്നില്ല. തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പുതിയ പേര് ചേർക്കുന്നതിന് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനന തീയതി തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ, ബർത്ത് സർട്ടിഫിക്കറ്റ് ആകാം, SSLCയുടെ കോപ്പി ആകാം. അതിന്റെ കൂട്ടത്തില് റെസിഡൻസ്, ഇവിടെ സ്ഥിര താമസക്കാരനാണെന്ന് ഉള്ളതിനുള്ള സർട്ടിഫിക്കറ്റ്, അതിന് കാർഡിന്റെ റേഷൻ കാർഡിന്റെ കോപ്പിയോ റെസിഡൻസ് സർട്ടിഫിക്കറ്റോ ഹാജരാക്കി. ഇത് മൊത്തം ആയിട്ട് ചിലർ കൊണ്ടുവരുന്നില്ല. അത് പറഞ്ഞു വിടുന്നുണ്ട്. അടുത്തയാഴ്ച അവർ കൊണ്ടുവരുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടികയിൽ പേര് ചേർത്തവർ ഇനി തയ്യാറാക്കിയ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും കമ്മീഷൻ അറിയിച്ചു.